ഇപ്പോൾ നമ്മളുള്ളത് ബഡ്സ് സ്കൂളിലാണ്. ഒരുപാട് വിവാദങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ സംബന്ധിച്ച് അവിടെ അഡ്മിഷൻ്റെമായി സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് നടന്ന് ആ വിവാദങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും ഇന്ന് പ്രവേശനോത്സവമാണ്. അപ്പോൾ ഈ പ്രവേശനോത്സവത്തിൽ ബഡ്സ് സ്കൂളിലെ കുട്ടികളും BRCയിലെ കുട്ടികളും എല്ലാം ഇപ്പോൾ നിലവിൽ ഇവിടെയുണ്ട്. നിലവിൽ പഞ്ചായത്തിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ BRC കുട്ടികളെ ഇവിടെ അഡ്മിഷൻ ഇല്ല എന്ന രീതിയിലായിരുന്നു. പക്ഷേ എല്ലാ രക്ഷിതാക്കളും ഈ സ്കൂളിൽ ഇന്ന് വന്നിട്ടുണ്ട്. BRCയിലെ കുട്ടികളും അടക്കം ഇവിടെയുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ എല്ലാ കുട്ടികളും നിലവിൽ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ രക്ഷിതാക്കളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എല്ലാവരും വന്നിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇവിടെ ചോദിക്കാം നമുക്ക് കാര്യങ്ങൾ. ഇവിടെ ആദ്യം വന്നിട്ടുണ്ട്. ഇപ്പം പുതിയ കുട്ടികൾ 1-2 വന്നിട്ടുള്ളൂ. വരണത്രയാണ് കുട്ടികൾ വരണത്ര BRC കുട്ടികളെ വന്നിട്ടുള്ളത് അവിടെ വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പം ഇന്ന് വന്നിട്ടുണ്ട്. പുതിയത് കുട്ടികൾ വരണത്ര പുതിയത് കുറച്ച് 1-2 കുട്ടികൾ വന്നിട്ടുണ്ട്. പുതിയത് നിലവിൽ മുമ്പുള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ള ഇവിടെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന BRCയിൽ പെടുന്ന കുട്ടികൾ ഇപ്പോൾ നിലവിലിവിടെയുണ്ട്. പക്ഷേ പുതുതായിട്ടൊരു അഡ്മിഷനോ കാര്യങ്ങളോ ഇവിടെ വന്നിട്ടില്ല. വേറെ ഒരു പഞ്ചായത്തു നിന്നും അല്ലെങ്കിൽ ഈ പയ്യാവൂർ പഞ്ചായത്തു നിന്നും വേറൊരു അഡ്മിഷൻ ഇവിടെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പയ്യാവൂർ ബഡ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ബെന്നി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും പ്രവേശനോത്സവത്തിന് മംഗളങ്ങളേറെ സ്നേഹത്തോടുകൂടി നേടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 15 ദിവസത്തെ അവധിക്ക് ശേഷം നിങ്ങൾ നമ്മുടെ പുതിയ സ്കൂളിലേക്ക്, നമുക്കറിയാം ഇതിനു മുമ്പ് കോയിബ്രയറാണ് ഈ സ്കൂൾ വാടകയ്ക്ക് പ്രവർത്തിച്ചിരുന്നത്. പുതിയൊരു കെട്ടിടം നമുക്കായിട്ട് സ്കൂളിനായിട്ട് ഒരു ദുഃഖാചേട്ടം നമുക്ക് നൽകി. അങ്ങനെ ഇവിടെ ഒരു കെട്ടിടം അതിന് അനുമതി ഫിറ്റ്നസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബഡ് സ്കൂൾ തുടങ്ങുന്നതിന് ആവശ്യമായ ഒരു കെട്ടിടം ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ദിവസങ്ങളായി കുറച്ച് സംഘർഷങ്ങൾ ഇന്നത്തോടൊപ്പം വിഷമം വന്നു എന്ന് എനിക്കറിയാം. ആ വിഷമത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. കാരണം നിങ്ങളെ എല്ലാ തരത്തിലും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നിങ്ങളെ നമ്മുടെ കൂടി ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി നടപടിക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ആവശ്യം നിങ്ങളുടെ മുന്നിൽ ഉന്നയിച്ചത്. അല്ലാതെ നിങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കുകയോ നിങ്ങളെ ഒത്തിരി ചെയ്യുകയോ നമ്മുടെ നിയമമനുശാസന രീതി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ കരുതലായി കാവലായി നിങ്ങളുടെ ഓരോ കഴിവിലും പ്രവർത്തിച്ച് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ആദ്യഘട്ടം എന്നോണം ബഡ് സ്കൂൾ തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളോടുകൂടി നമുക്ക് BRC അനുമതി മേടിച്ച് നമുക്ക് അവിടെ വൈസ് പ്രസിഡന്റ് PK ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സൈമൺ അധ്യക്ഷത വഹിച്ചു. ജാൻസി ഷാജു, പ്രകാശൻ, പ്രീത സുരേഷ് എന്നിവർ സംസാരിച്ചു. നമുക്ക് അറിയാം, നമ്മുടെ ബഡ് സ്കൂളിന്റെ പ്രവേശനോത്സവമാണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കുറച്ച് ദിവസങ്ങളായി സ്കൂള് പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ SLP കെട്ടിടാറുണ്ടായിരുന്നത് അവിടെ നിന്ന് തൽക്കാലം മാറ്റി പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ പെട്ടെന്ന് ചെയ്ത് നമ്മളിപ്പോൾ പെട്ടെന്ന് സ്കൂൾ കഴിയേണ്ടത്. കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രസിഡന്റും അതുപോലെ തന്നെ അധ്യക്ഷനും കൂടെ പറഞ്ഞു. നമുക്ക് നന്നായി കൊണ്ടുപോകേണ്ടത് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ പഞ്ചായത്തിൻ്റെയൊക്കെ ആവശ്യമാണ് ഉത്തമ ബോധ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് സമീപഭാവിയിൽ തന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മറ്റു പ്രവർത്തനം കൂടി നടത്തി നമുക്ക് പിന്നെ ബഡ് സ്കൂളും അതുപോലെ BRCയും ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനത്തിന് പഞ്ചായത്ത് തുടക്കം കുറിച്ച് കഴിഞ്ഞു.